ഹായ് ഓൾ, വെൽക്കം ടു PSC ബുക്ക് ഷെൽഫ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂ SSCRT 7th ക്ലാസ് സോഷ്യൽ സയൻസിന്റെ 6th ചാപ്റ്റർ ആണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഇന്ത്യൻ ഭൂവിഭാഗവും ഇന്ത്യൻ കാലാവസ്ഥയും ഇന്ത്യയിലെ പ്രധാനമായ കാർഷിക വിളകളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യൻ ഭൂപ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് 9th ക്ലാസ് SSCRT എടുത്തപ്പോൾ ഒരു ചാപ്റ്റർ തന്നെ എടുത്തതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ അതിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് പോയി കാണുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ കാലാവസ്ഥയും അതുപോലെ തന്നെ ഇന്ത്യയിലെ കാർഷിക വിളകളുമാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചാപ്റ്ററിലേക്ക് തന്നെ കിടക്കാം. ചാപ്റ്ററിൽ ആദ്യം തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആദ്യം ഒരു ഡെഫിനിഷനാണ് നൽകിയിരിക്കുന്നത്. അതായത് വൻകരകൾ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത്. വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കുന്നു. വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം. ഉയരമേറിയ പർവ്വതങ്ങളും വിശാലമായ സമതലങ്ങൾ, അതുപോലെ തന്നെ വിസ്തൃതമായ മരുഭൂമികൾ, പീഠഭൂമികൾ മുതലായ പല ഭൂരൂപങ്ങളും നമുക്ക് ഭൂഖണ്ഡങ്ങളിൽ കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ ഭൂഖണ്ഡം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ വേൾഡ് മാപ്പാണ് കാണിച്ചിരിക്കുന്നത്. ആ വേൾഡ് മാപ്പിൽ ഏതൊക്കെ ആണ് ഭൂഖണ്ഡങ്ങളെന്നും അതുപോലെ തന്നെ സമുദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ പ്രധാനമായുമുള്ള സമുദ്രം എന്ന് പറയുന്നത് പസഫിക് സമുദ്രം, അതുപോലെ തന്നെ അറ്റ്ലാന്റിക് മഹാസമുദ്രം, ആർട്ടിക് മഹാസമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, ഇത്രയുമാണ് പ്രധാന സമുദ്രങ്ങൾ എന്ന് പറയുന്നത്. ഇനി വൻകരകളെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കരകഷ്ണങ്ങൾ എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡങ്ങൾ നോക്കുകയാണെങ്കിൽ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, ഓസ്ട്രേലിയ, ഇത്രയുമാണ് നമ്മുടെ പ്രധാന വൻകരകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഉപഭൂഖണ്ഡം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നോക്കാം. ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാലമായ ഭൂഖണ്ഡ ഭാഗങ്ങളെ ആണ് ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. പാമീർ പീഠഭൂമിയാണ് ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്കു ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത്. ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ, വിശാലമായ സമതലങ്ങൾ, മരുഭൂമി പ്രദേശങ്ങൾ, കഠിനമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലങ്ങൾ, ദ്വീപുകൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി. അതായത് നമ്മൾ ഓൾറെഡി 9th ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യമാണ് പാമീർ പീഠഭൂമി എന്താണെന്നും അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ പിക്ചറിൽ പ്രസന്റ് ചെയ്തതാണ്. അപ്പം ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാമീർ പീഠഭൂമി ടിയാൻഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദുകുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമസ്ഥാനമാണ്. നമുക്കത് ജസ്റ്റ് പിക്ചറിലൊന്ന് നോക്കാം എവിടെയാണ് പാമീർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നതെന്ന്. ഈ കാണുന്നതാണ് നമ്മുടെ പാമീർ പീഠഭൂമി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പാമീർ പീഠഭൂമി. ഈ കാണുന്നതാണ് പാമീർ പീഠഭൂമി എന്ന് പറയുന്നത്. ഈ പാമീർ പീഠഭൂമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായും നമ്മുടെ മലനിരകളായ ടിയാൻ ഷാന, അതുപോലെ തന്നെ ആണെങ്കിൽ കുൻലൂൺ പർവ്വതനിരകള്, ഹിന്ദുകുഷ് പർവ്വതനിരകള്, ഈ 3 പർവ്വതനിരയുടെയും സംഗമ സ്ഥാനത്തിനെയാണ് നമ്മൾ പാമീർ പീഠഭൂമി എന്ന് പറയുന്നത്. ഈ പാമീർ പീഠഭൂമിയാണ് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഈ പാമീർ പീഠഭൂമി ആണ് നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് മറ്റ് ഏഷ്യയിലെ തന്നെ ഭാഗമാണല്ലോ ഈ പറയുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏഷ്യയിലെ മറ്റ് സ്ഥലങ്ങളുമായിട്ട് ഭൂപ്രകൃതിയുടെ കാര്യത്തിലും ജനജീവിതത്തിന്റെ കാര്യത്തിലും കാർഷിക വിളയുടെ കാര്യത്തിലും കാലാവസ്ഥയിലും ഒക്കെ മാറ്റി നിർത്തുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നതാണ് നമ്മുടെ പാമീർ പീഠഭൂമി എന്ന് പറയുന്നത്. പാമീർ പീഠഭൂമി മാത്രമല്ല, നമ്മുടെ പർവ്വതനിരയായ ഹിമാലയ പർവ്വതനിരയും ഇതിന് ഒരു പരിധിവരെ സ്ഥാനമുണ്ട്. അപ്പൊ നമുക്ക് പീഠഭൂമികളെ കൂടാതെ തീരസമതലങ്ങൾ, അതുപോലെ തന്നെ ദ്വീപുകൾ എന്നിവ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതവും, നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഭാഗമാണ് ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത്. കിഴക്കേ അതിർത്തിയിലെ അരക്കൻ പർവ്വതനിര, അതായത് മ്യാൻമാറിന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ കാണപ്പെടുന്ന അരക്കൻ പർവ്വതനിരകളും, പടിഞ്ഞാറൻ അതിർത്തിയിലെ ഹിന്ദുകുഷ് പർവ്വതനിര, പാകിസ്ഥാനിലാണ് ഹിന്ദുകുഷ് പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത്, പർവ്വതനിരയും സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രവുമാണ്.
ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ബാക്കി നമ്മൾ പ്രധാന സമുദ്രങ്ങളെ എല്ലാം പറഞ്ഞു. പക്ഷെ അതിനൊക്കെ പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് മഹാസമുദ്രം അങ്ങനെയൊക്കെ പറഞ്ഞാണ് പേര്. പക്ഷെ ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക മഹാസമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പ്രധാന രാജ്യമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ രാജ്യമാണ് ശ്രീലങ്ക, ദ്വീപ് രാഷ്ട്രമായ ശ്രീലങ്കയും അതുപോലെ തന്നെ മാലദ്വീപ്സും എന്ന് പറയുന്നത്. ഇനി ബംഗ്ലാദേശ്, അടുത്തതാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. പിന്നെ ഭൂട്ടാനാണ്, ഭൂട്ടാൻ. അവസാനമായിട്ട് നേപ്പാളുമാണുള്ളത്. ഇതിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യങ്ങളായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഇവിടെ പാകിസ്ഥാൻ ഉണ്ട്, പക്ഷെ ഇവിടെ ഒരു അഫ്ഗാനിസ്ഥാൻ കിടപ്പില്ലേ, ആ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമല്ല. അതുപോലെ തന്നെ നേപ്പാൾ ഉണ്ട്, പക്ഷെ ഇവിടെ കിടക്കുന്ന ഹിമാലയ പർവ്വതത്തിന്റെ അപ്പുറം കിടക്കുന്ന ചൈനയോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമല്ല. അപ്പം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെ, അല്ലെങ്കിൽ ഉൾപ്പെടാത്ത രാജ്യങ്ങൾ ഏതൊക്കെ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പം ഒന്നുകൂടി നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗങ്ങളായ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ അതെ, പാകിസ്ഥാൻ അതെ, ദ്വീപ് രാഷ്ട്രങ്ങളായ മാലദ്വീപ്സും ശ്രീലങ്കയും അതെ, അതുപോലെ തന്നെ ഇന്ത്യയുടെ അയൽരാജ്യമായ ബംഗ്ലാദേശ്, ഭൂട്ടാന്, നേപ്പാള്, ഇത്രയും രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായിട്ടുള്ളത്. അതുകൂടാതെ ഇന്ത്യയുടെ തന്നെ ദ്വീപ സമൂഹങ്ങളായ ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപുമുണ്ട്, അതും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗം തന്നെയാണ്. ഇനി നമ്മളിവിടെ പറഞ്ഞിരുന്നു, തൊട്ടു മുമ്പിൽ പറഞ്ഞിരുന്നു, ഒരു പർവ്വതനിര എന്ന് പറയുന്ന അരക്കൻ പർവ്വതനിര എന്ന് പറയുന്ന, അതായത് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഒരു പർവ്വതനിരയാണ് അരക്കൻ പർവ്വതം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മ്യാൻമാറിന്റെ ഭാഗമായിട്ട് വരുന്ന അരക്കൻ പർവ്വതനിര. അതേപോലെ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഹിമാലയ പർവ്വതവും പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഹിന്ദുക്കുഷ് പർവ്വതനിരയുമുണ്ട്. ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗത്ത്, അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഇന്ത്യയുടെ തന്നെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഏതാണ്, ഇന്ത്യൻ മഹാസമുദ്രവുമാണ്. ഇത്രയുമാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ ഭാഗങ്ങൾ. അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിരുകളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഹിമാലയ പർവ്വതനിരയ്ക്ക് തെക്ക് ഭാഗത്തെ വിശാലമായ സമതല പ്രദേശമാണ് അത്. അത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഹിമാലയ പർവ്വതം, ഈ ഹിമാലയ പർവ്വതം ഇവിടെ നിൽക്കുന്നു. ഇതിന്റെ തെക്ക് ഭാഗത്ത്, അതായത് ഹിമാലയ പർവ്വതത്തിന്റെ തൊട്ട് താഴെയായി കാണപ്പെടുന്ന നമ്മുടെ ഉത്തര മഹാസമതലം എന്ന് പറയുന്നത് ഗംഗ, സിന്ധു, ബ്രഹ്മപുത്ര നദികളുടെ അവസാദങ്ങൾ വന്ന അടിഞ്ഞുകൂടിയുണ്ടായ എക്കൽ സമതലമാണ് ഈ പറയുന്ന ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റിയെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. ഹിമാലയ പർവ്വതനിരയ്ക്ക് തെക്ക് ഭാഗത്തെ വിശാലമായ സമതല പ്രദേശങ്ങളാണുള്ളത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങളിലാണ് അതിവിശാലമായ ഈ സമതലം രൂപപ്പെട്ടിട്ടുള്ളത്. ഉത്തര മഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമതല പ്രദേശങ്ങൾ ഭൂഖണ്ഡത്തിന്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു. ഓക്കെ, ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഓൾറെഡി തന്നെ നദികളെ വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടായതാണ് ഉത്തരേന്ത്യൻ സമതലങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഫലഭൂഷ്ടമായ മണ്ണായിരിക്കും ഉള്ളത്. നമ്മുടെ കൃഷിക്ക് ഏറ്റവും യോജിച്ച ഒന്നായിരിക്കും. എക്കൽ മണ്ണാണ് അവിടെ ഉള്ളത്, ഫലഭൂഷ്ടമായ മണ്ണാണുള്ളത്. നദികളെല്ലാം അവിടെ ജലസമൃദ്ധമാണ്. വേനൽക്കാലത്തും വർഷകാലത്തും ഒരേപോലെ തന്നെ ഹിമാലയൻ നദികൾ ജലസമൃദ്ധമാണെന്ന് നമുക്കറിയാം. പിന്നെ നിരപ്പാർന്ന ഭൂപ്രദേശമാണ് കൂടുതലും അവിടെ ഉള്ളത്. ജനനിബിഡമാകാൻ കാരണം എന്താണ്? കാരണം കൃഷിയാണ് അവിടുത്തെ മെയിൻ കാര്യം. അപ്പൊ കൃഷി ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ആളുകൾ അവിടെ കുടിത്താമസിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനനിബിഡമായ പ്രദേശമായിരിക്കും വരുന്നത്. ഉത്തര മഹാസമുദ്രത്തിന് തെക്ക് ഭാഗത്തുള്ള പീഠഭൂമി, അതായത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നതാണ്. അതായത് ഇവിടെ ഏകദേശം ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കാണപ്പെടുന്നു എന്നൊക്കെ നമ്മൾ 9th ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ കാണുന്ന ഈ ഭാഗത്തിനെ ആണ് നമ്മൾ പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഈ കാണുന്ന ഉത്തര മഹാസമുദ്രത്തിന്റെ ഏകദേശം തെക്കുഭാഗത്തായി, അതായത് തൊട്ടു താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് നമ്മൾ ഈ പറയുന്ന ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഉത്തര മഹാസമുദ്രത്തിന് തെക്കുഭാഗത്തെ പീഠഭൂമിയാണ്. ഇതിന് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായി കണക്കാക്കപ്പെടുന്നു. ഏറെക്കുറെ ത്രികോണാകൃതിയിലുള്ള ഈ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ കേരളമൊക്കെ ഉൾപ്പെടുന്ന ഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇതിവിടെ ഡയറക്റ്റ് കൃത്യമായി തന്നെ കാണിച്ചിട്ടുണ്ട്. ഈ കാണുന്ന പോർഷനാണ് ഉത്തര മഹാസമുദ്രം എന്ന് പറയുന്നത്. എന്നാൽ ഈ കാണപ്പെടുന്ന പോർഷനാണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഇനി ഉപദ്വീപീയ പീഠഭൂമിക്ക് വടക്ക് പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലും വ്യാപിച്ചു കിടക്കുന്ന വരണ്ട പ്രദേശമാണ് ഈ പറയുന്ന ഥാർ മരുഭൂമി എന്ന് പറയുന്നത്. അതായത് ഉപദ്വീപീയ പീഠഭൂമിയിലെ വടക്ക് ഭാഗത്തായിട്ട് കിടക്കുന്നു, അതായത് അതിന് തൊട്ട് മുകളിലായിട്ട് സൈഡിലായിട്ടാണ് കിടക്കുന്നത്. അത് ഥാർ മരുഭൂമി എന്ന് പറയുന്നത്. ഥാർ മരുഭൂമി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. മരുഭൂമിയിൽ സാധാരണയായി കാണപ്പെടുന്ന എന്താണ്? കള്ളിമുൾച്ചെടികളും കുറ്റിച്ചെടികളുമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്വാഭാവിക സസ്യജാലം എന്ന് പറയുന്ന കള്ളിമുൾച്ചെടികളും കുറ്റിച്ചെടികളുമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ദൈർഘ്യമേറിയ തീരപ്രദേശമാണ്
രാജ്യങ്ങളാണ് ഉള്ളത്. മാലദ്വീപ്, ശ്രീലങ്ക എന്നീ ദ്വീപരാഷ്ട്രങ്ങളും ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് തുടങ്ങിയ ചെറു ദ്വീപ് സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ്. ഓൾറെഡി നമ്മളത് പറഞ്ഞതാണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥയെ പറ്റിയാണ് നോക്കാനുള്ളത്. അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പൊതുവെയുള്ള കാലാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? മൺസൂൺ കാലാവസ്ഥയാണ്. ഋതുക്കൾ എന്ന അർത്ഥം വരുന്ന മൗസിം എന്ന അറബ് പദത്തിൽ നിന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഏത് പദത്തിൽ നിന്നും ആണ് ഈ പറയുന്ന മൺസൂൺ എന്ന പദം വന്നത്? മൗസിം എന്ന പദത്തിൽ നിന്നാണ് വന്നത്. അതുപോലെ തന്നെ മൺസൂൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിങ് എന്താണ്? ഋതുക്കൾ എന്നാണ് അർത്ഥം വരുന്നത്. അതുപോലെ തന്നെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് മൗസിം എന്ന് പറയുന്നത് ഏത് ലാംഗ്വേജിലുള്ളതാണ് എന്നുള്ളത്. അറബിക് വേർഡാണ് അത്. അപ്പം ഈ 3 ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് എല്ലാവരും നോക്കുക. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നു. ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്നവയാണ്. നമുക്കറിയാമല്ലോ, കാലത്തിനനുസരിച്ച് ദിശ മാറുന്ന കാറ്റുകളെയാണ് മൺസൂൺ കാറ്റുകൾ എന്നറിയുന്നത്. അറബി സഞ്ചാരിയും എഴുത്തുകാരനുമായ അൽ മസൂദിയുടെ കൃതികളിൽ ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശ മാറുന്ന മൺസൂൺ കാറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇനി ഈ പറയുന്ന മൺസൂൺ കാറ്റിന് ദിശ മാറുന്നതിനൊക്കെ കാരണമാകുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. സൂര്യന്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യന്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. ഇവിടേക്ക് സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിന്റെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യുന്നു. മെയ്, ജൂൺ മാസങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. എന്നാൽ ദക്ഷിണായന സമയത്ത് സൂര്യന്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാകുന്നു. അതായത് ദക്ഷിണായന കാലം എന്ന് പറയുമ്പോൾ സൂര്യൻ ദക്ഷിണായന ഭാഗത്ത് തെക്കു ഭാഗത്തേക്ക് വന്നു. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുകളിലേക്കല്ലേ സൂര്യൻ സഞ്ചരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാകുമ്പോൾ സമുദ്രോപരിതലത്തിലെ വായു ചൂട് പിടിച്ച് ഉയരുകയും ഇവിടേക്ക് ഉത്തര ദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നു. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ വടക്കു കിഴക്കൻ മൺസൂൺ എന്നറിയപ്പെടുന്ന മൺസൂണാണ് നമുക്ക് മഴ ലഭിക്കുന്നത്. അപ്പൊ നമുക്ക് 2 മൺസൂൺ ആണ് ലഭിക്കുന്നത്. ഒന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണും ഒന്ന് വടക്ക് കിഴക്കൻ മൺസൂണുമാണ് ലഭിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുമ്പോഴാണ് കൂടുതൽ മഴ ലഭിക്കുന്നത്. അതേസമയം വടക്ക് പടിഞ്ഞാറൻ നമ്മുടെ വടക്കു കിഴക്കൻ മൺസൂൺ അത്രയും മഴ ലഭിക്കുന്നില്ല. അതിന്റെ കാരണമൊക്കെ പറയുന്നുണ്ട്. ഓൾറെഡി കാലാവസ്ഥയിലെ ഈ ടോപ്പിക്കുകളൊക്കെ, അതായത് അറബിക്കടൽ ശാഖ, ബംഗാൾ ഉൾക്കടൽ ശാഖ എന്നീ 2 ശാഖകളായി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പിരിയുന്നു എന്നും അത് ആരവല്ലി പർവ്വതനിരകളുടെ താഴ്ഭാഗത്തേക്ക് വന്നിട്ട് അതുകൊണ്ട് തന്നെ രാജസ്ഥാനിൽ മഴ പെയ്യുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് 9th ക്ലാസ് SCRT-യിലുണ്ട്. അതുകൊണ്ട് തന്നെ മസ്റ്റ് ആയിട്ടും ആ ചാപ്റ്റർ എല്ലാവരും വായിച്ചിരിക്കണം. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ പറഞ്ഞു സൂര്യന്റെ അയനം മൂലമാണ് ഉത്തരായന കാലത്തും ദക്ഷിണായന കാലത്തെയും ഈ വേരിയേഷൻസ് ഒക്കെ വരുന്നതെന്ന്. അപ്പം സൂര്യന്റെ അയനം എന്താണെന്ന് നോക്കാം. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അയനം എന്ന് പറയുന്നത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവുമാണ് ഇത്തരത്തിൽ സൂര്യന്റെ സ്ഥാനമാറ്റം ഉണ്ടാകുന്നതിനായി അനുഭവപ്പെടുന്നതിന് കാരണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് സൂര്യന്റെ അയനത്തിന് കാരണം എന്താണ് എന്നുള്ളത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവുമാണ് ഇതിന് കാരണം. അപ്പൊ നമ്മൾ 2 മൺസൂൺ പറഞ്ഞു, സൂര്യന്റെ അയനം എന്താണെന്ന് പറഞ്ഞു. തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണും പറഞ്ഞപ്പോൾ വടക്ക് കിഴക്കൻ മൺസൂണിൽ ആണ് മഴ കുറവ് ലഭിക്കുന്നതെന്ന് പറഞ്ഞു. ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുന്നത് ഉപദ്വീപീയ ഭാഗത്തിന്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നത് ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. ഓക്കെ, ഇനി നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അക്ഷാംശത്തിന്റെ സ്ഥാനമുണ്ട്, അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിന്റെ സാമീപ്യം, കാറ്റ്, ഇതെല്ലാം നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതായത് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉത്തരായന രേഖയ്ക്ക് വടക്കു ഭാഗത്ത് മീതോഷ്ണ കാലാവസ്ഥയും തെക്കു ഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഉത്തരായന രേഖയാണ് ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും 2ആയി തിരിച്ചിരിക്കുന്നത്. നമുക്ക് അനുഭവപ്പെടുന്നത് ഉഷ്ണ കാലാവസ്ഥയാണ്. ഉഷ്ണ കാലാവസ്ഥയും അതേസമയം നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത് എപ്പോഴും മീതോഷ്ണ കാലാവസ്ഥയുമാണ്. ഇനി ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവെ മിതമായിരിക്കും. നമുക്കറിയാവുന്ന കാര്യമാണ്. നമുക്ക് കൊടും ചൂടും കൊടും തണുപ്പും അനുഭവപ്പെടാറുണ്ടോ? ഇല്ല.
അതായത് ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവെ മിതമായിരിക്കും. അതേസമയം നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ അവസ്ഥ എന്താണ്? ഉഷ്ണകാലം ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. അതേസമയം ശൈത്യകാലം ആയിട്ടുണ്ടെങ്കിൽ എങ്ങും ഇല്ലാത്ത തണുപ്പുമായിരിക്കും. അപ്പം ഈ കാലാവസ്ഥ രണ്ട് കാലഘട്ടത്തിലെയും ടെമ്പറേച്ചറുകൾ തമ്മിലുള്ള വേരിയേഷൻസിന്റെ അന്തരം വേരിയേഷൻസ് വളരെ കൂടുതലായിരിക്കും. നമുക്ക് വളരെ കുറവായിരിക്കും. അതേസമയം മിതോഷ്ണ മേഖലയിലെ താപനിലയിലെ അന്തരം പൊതുവെ കൂടുതലായിരിക്കും. ഇനി വെറുതെ ഒരു ലെറ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ആ കൊച്ചിന്റെ സഹോദരിക്ക് അയച്ച കത്തൊക്കെ. നമുക്കത് ആവശ്യമുള്ള ടോപ്പിക് അല്ല. അവിടെ പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഭൂപ്രകൃതിയിൽ, അതായത് ഉത്തരായന രേഖയ്ക്ക് മുകളിലേക്കും താഴേക്കുമുള്ള കാലാവസ്ഥയുടെ ചേഞ്ചും അതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഊട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്നത് ചിന്തിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാരണം ഉയരം കൂടിയ പ്രദേശങ്ങളാണ്, അതുകൊണ്ട് തന്നെ അവിടെ പൊതുവെ തണുപ്പ് അനുഭവപ്പെടുന്നു. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു. സഹ്യപർവ്വത നിരകളുടെ പടിഞ്ഞാറേ ചെരിവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചെരിവായ തമിഴ്നാട്ടിൽ മഴ വളരെ കുറയാനുള്ള കാരണം ഇപ്പോൾ ബോധ്യമായില്ലേ? മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ് മഴക്കുറവായ ഇത്തരം പ്രദേശങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, മഴനിഴൽ പ്രദേശം എന്താണ് എന്നുള്ളത്. അത് പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ സഹ്യപർവ്വതം ഉണ്ടല്ലോ, അതായത് പാലക്കാടൻ ഗ്യാപ്പ് എന്നറിയപ്പെടുന്ന നമ്മുടെ പാലക്കാടൻ ചുരത്തിന്റെ അപ്പുറത്തെ വശം, അതായത് നമ്മുടെ വശമല്ല, നേരെ ഓപ്പോസിറ്റ് വശം കോയമ്പത്തൂരൊക്കെ ആണെങ്കിൽ എന്താണ് മഴനിഴൽ പ്രദേശമായിട്ടാണ് കാണുന്നത്. കാരണം എന്താണ്? അവിടെ വലിയൊരു പർവ്വതമാണുള്ളത്, കാറ്റിന് അഭിമുഖമായ പ്രദേശം. ഇതുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു പിക്ചറിക്കൽ റെപ്രസെന്റേഷൻ അവിടെ നൽകിയിട്ടുണ്ട്. വലിയൊരു പർവ്വതനിര കാണിച്ചിരിക്കുന്നു. അപ്പൊ കാറ്റിന് അഭിമുഖമായ ഈ പ്രദേശം ഉണ്ടല്ലോ, അവിടെ നന്നായിട്ട് മഴ ലഭിക്കും. അപ്പം ഈ പറയുന്ന പർവ്വതനിര അതിനെ അവിടെ തടഞ്ഞു നിർത്തുന്നു. നേരെ ഓപ്പോസിറ്റ് ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ മഴ ലഭിക്കില്ല. കാരണം തണുത്തുറഞ്ഞ മേഘങ്ങളായിട്ട് ഈ മേഘങ്ങളെല്ലാം ഇവിടെയാണ് മഴയായിട്ട് വരുന്നത്. ഈ പർവ്വതം എന്ത് ചെയ്യും? ഇതിനിവിടെ തടഞ്ഞു നിർത്തും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ നല്ല കൊടും വരൾച്ചയായിരിക്കും അനുഭവപ്പെടുന്നത്. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അത് മഴനിഴൽ പ്രദേശമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പാലക്കാടൻ ഗ്യാപ്പ് അല്ലെങ്കിൽ പാലക്കാടൻ ചുരം എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ കാലാവസ്ഥയെ നന്നായി തന്നെ ബാധിക്കുന്നുണ്ട്. കാരണം അവിടെ ഒരു ചെറിയൊരു ചുരം ഉള്ളത് കൊണ്ടാണ് ഈ കോയമ്പത്തൂർ സൈഡിലേക്ക് കുറച്ചെങ്കിലും മഴ ലഭിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ഒട്ടും മഴ ലഭിക്കില്ലായിരുന്നു. അപ്പൊ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ സഹ്യപർവ്വതം തടഞ്ഞു നിർത്തി അറബിക്കടലിൽ നിന്നും വരുന്ന മൺസൂണിന്റെ ഫുൾ ഭാഗവും നമ്മുടെ കേരളത്തിൽ മഴ പെയ്യിക്കും. തമിഴ്നാട്ടിൽ മഴ ലഭിക്കുകയേ ഇല്ലാതെ വന്നു. അവിടെ ഒരു ചുരം വന്നതുകൊണ്ട് തന്നെ ആ ഗ്യാപ്പിൽ കൂടി കുറച്ച് കാറ്റങ്ങോട്ടേക്ക് എത്തുകയും നമ്മുടെ കോയമ്പത്തൂർ കുറച്ച് മഴയൊക്കെ ലഭിക്കാൻ കാരണമാകുന്നു. അതിലൂടെ യാത്ര ചെയ്തിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും, നമ്മുടെ പാലക്കാട് അങ്ങ് കഴിഞ്ഞ് കോയമ്പത്തൂർ സൈഡിലേക്ക് ചെന്ന് കഴിയുമ്പോൾ എൻറ്ററിൽ നമ്മുടെ സസ്യജാലങ്ങൾ തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. അവിടുത്തെ ആ ഒരു ഉഷ്ണമേഖലയിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു ചൂട് കൂടിയ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്ന ഒരു പ്രതീതിയായിരിക്കും നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഇപ്പം പാലക്കാടാണെങ്കിൽ നല്ല പച്ചപ്പും ഹരിതാഭയൊക്കെ ഉണ്ടാവും. അതേസമയം കോയമ്പത്തൂരിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഒരു വരണ്ട പ്രദേശത്തേക്ക് കയറിയ അവസ്ഥയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ. എന്നാൽ പർവ്വതനിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായി കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സങ്ങളില്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യിക്കാതെ കടന്നു പോകുന്നു. രാജസ്ഥാനിലെ ആരവല്ലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ മരുഭൂമിയായി മാറുന്നതിന് പ്രധാന കാരണവും ഇതാണ്. ഓൾറെഡി നമ്മൾ 9th ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് 2 ഭാഗങ്ങളായി പോകുന്നുണ്ട്. അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും ഉണ്ട്. അതിനകത്ത് അറബിക്കടൽ ശാഖ നമ്മുടെ ആരവല്ലി പർവ്വതനിരയുടെ സമാന്തരമായി സഞ്ചരിക്കുന്നു. അതായത് ആരവല്ലി പർവ്വതനിരയുടെ അപ്പുറത്തെ വശത്ത് മഴ പെയ്യിക്കില്ല. ഈ പറയുന്ന അറബിക്കടൽ ശാഖ ആരവല്ലി പർവ്വതനിരയുടെ തെക്കോട്ടുള്ള ഭാഗങ്ങളിൽ നല്ല മഴ ലഭിക്കുന്നു. അതേസമയം അതിന്റെ വടക്ക് ഭാഗത്തേക്ക് മഴ ലഭിക്കാതെ ആരവല്ലി പർവ്വതനിര അതിനെ അവിടെ തടഞ്ഞു നിർത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് രാജസ്ഥാനിൽ ഒരുപാട് മരുപ്രദേശങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായി മാറിയത്. ഇനി സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ ആർദ്ര കാലാവസ്ഥയായിരിക്കും. അതായത് ഒരു ഹ്യൂമിഡിറ്റി ഉള്ള ഒരു അവസ്ഥയായിരിക്കും. നമുക്കറിയാവുന്ന കാര്യമല്ല, നമ്മൾ സമുദ്രതീരങ്ങളിൽ ചെന്ന് നിൽക്കുമ്പോൾ സമുദ്രത്തിൽ നിന്ന് ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന വരണ്ട കാലാവസ്ഥയും അനുഭവപ്പെടുന്നു. കാറ്റിന്റെ ദിശയും അതിലെ ജലാംശത്തിന്റെ അളവും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ഭൂപ്രകൃതിയും കാലാവസ്ഥയും അനുഭവപ്പെടുന്ന ഈ പ്രാദേശിക വ്യത്യാസങ്ങൾ ജനജീവിതത്തിലും ഒരുപാട് വ്യത്യാസങ്ങളില്ലേ? നമ്മുടെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചുള്ള ജനജീവിതം. കാരണം ഫോർ എക്സാമ്പിൾ അവിടെ കൃഷി ചെയ്യുന്ന കാര്യം മാത്രം ആലോചിച്ചാൽ മതി. നല്ല മഴ ലഭിക്കുന്ന പ്രദേശത്ത് നമ്മൾ തേയില, ഏലം അതൊക്കെ കൃഷി ചെയ്യും. അതേസമയം നല്ല കൊടും വരൾച്ചയുള്ള ഒരു പ്രദേശത്ത് കൊണ്ടുപോയിട്ട് ഇതൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ കൃഷി ഉണ്ടാവുമോ? ഇല്ല. അത് ജനജീവിതത്തെ തന്നെ മാറ്റി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും നമ്മുടെ കാലാവസ്ഥയിലെ മാറ്റം അനുസരിച്ചിട്ട്. ഇനി ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ജനങ്ങളുടെ ഭക്ഷണ രീതി ഒരുപോലെയാണോ? അല്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന സാധനങ്ങളല്ലേ കൂടുതലും നമ്മൾ കഴിക്കാനുള്ളത്. അതായത് നല്ല മഴയൊക്കെ ലഭിക്കുന്ന പ്രദേശങ്ങൾ. അതേസമയം നോർത്തിലേക്ക് പോയി കഴിഞ്ഞാലോ മഴ നമ്മുടെ അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള
ഭക്ഷണ വിഭവങ്ങളായിരിക്കും നമ്മൾ കൂടുതലും കഴിക്കുന്നത്. കാശ്മീരിലെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയും തമിഴ്നാട്ടിലെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയും ഒരുപോലെയാണോ? ഒരിക്കലും അല്ല. കാരണം കാശ്മീർ എന്ന് പറയുന്ന സംഭവം എപ്പോഴും തണുത്ത ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജാക്കറ്റ് ഒക്കെ ഇട്ട് അവിടെ ഉള്ളവർ നടക്കും. നമ്മൾ ആരെങ്കിലും അങ്ങനെ നടക്കാറുണ്ടോ? പശ്ചിമഘട്ടത്തിൽ കൃഷി ചെയ്യുന്ന വിളകളാണോ ഉത്തര മഹാസമുദ്രത്തിൽ കൃഷി ചെയ്യുന്നത്? അല്ലല്ലോ. നമ്മുടെ പശ്ചിമഘട്ടത്തിൽ ചെയ്യുന്ന ഏലം, ഗ്രാമ്പൂ, അതേപോലെ തന്നെ തേയില, അതൊക്കെ കൊണ്ടുപോയിട്ട് പശ്ചിമഘട്ടത്തിൽ കൃഷി ചെയ്യുന്ന വിളകളാണ്. അതുകൊണ്ട് അതൊക്കെ കൊണ്ടുപോയിട്ട് ഉത്തര മഹാസമുദ്രത്തിൽ കൊണ്ട് കൃഷി ചെയ്താൽ, ഡൽഹിയിലൊക്കെ കൊണ്ട് കൃഷി ചെയ്താൽ എന്താ അവസ്ഥ? അതവിടെ വളരുമോ? ഇല്ല. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് പശ്ചിമഘട്ടത്തിൽ കൃഷി ചെയ്യുന്ന വിള ഏതെന്ന് തിരിച്ചറിയുക. ഒറ്റയടിക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളത് ഏലം കൃഷി നമ്മുടെ പശ്ചിമഘട്ടത്തിൽ ചെയ്യുന്നതാണ്. അതേസമയം ഗോതമ്പ് കൃഷിയോ നമ്മുടെ ഉത്തര മഹാസമുദ്രത്തിൽ കൃഷി ചെയ്യുന്നതാണ്. ഇനി നമ്മൾ നമ്മുടെ കൃഷിയിലേക്ക് കിടക്കുകയാണ്. ഓരോ പ്രദേശത്തിന്റെയും ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയ്ക്ക് അനുസൃതമായി അതാതിടങ്ങളിൽ ജനങ്ങളുടെ കൃഷി, ആഹാരം, പാർപ്പിടം, വസ്ത്രധാരണം, ആചാരം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം ക്രമപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാൽ മഴയുടെ വിതരണത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ജനജീവിതത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി നടക്കുമ്പോൾ ജലദൗർലഭ്യത്താൽ പല ഭാഗങ്ങളും കൃഷിക്ക് അനുയോജ്യമല്ലാതാകുന്നു. മഴയുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് കൃഷി ചെയ്യുന്ന വിളകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലും, മിതമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഗോതമ്പുമാണ് പ്രധാനമായുള്ള ധാന്യവിളകൾ. മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ പയറുവർഗ്ഗങ്ങളും പരിക്കൻ ധാന്യങ്ങളും കൃഷി ചെയ്യുന്നു. ഇപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണ് നെൽകൃഷി. നെൽകൃഷി നമുക്ക് ചെയ്യാൻ പറ്റുന്നു. അതേപോലെ തന്നെ വെസ്റ്റ് ബംഗാളിൽ ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണ്? കാരണം അവിടെ നന്നായിട്ട് മഴ ലഭിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ നാട്ടിൽ അത്ര ഗോതമ്പ് കൃഷി ചെയ്യാറില്ല. അവിടെ കുറച്ച് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്താൽ മതിയാകും ഈ പറയുന്ന ഗോതമ്പ് എന്ന് പറയുന്ന സംഭവം. അതുകൊണ്ട് തന്നെയാണ് ഉത്തര മഹാസമുദ്രത്തിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്നത്. നമ്മുടെ മഴ നെൽകൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ എന്നൊക്കെ പറയുന്നത് ഏകദേശം 24°C ഒക്കെ ആണ് നമ്മുടെ നെൽകൃഷിക്ക് അനുയോജ്യമായത്. അത് നമ്മുടെ കേരളത്തിൽ നല്ല അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ധാരാളം നെൽകൃഷി ചെയ്യുന്നത്. അതേസമയം ഗോതമ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 12 തൊട്ടിട്ട് 16 വരെ ടെമ്പറേച്ചറൊക്കെ മതിയാകും. ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായതാണ്. പിന്നെ മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങൾ കൃഷി ചെയ്യുന്ന ഒന്നാണ് പയറുവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പരിക്കൻ ധാന്യങ്ങൾ ഏതൊക്കെയാണ്? ബജ്ര, ജോവർ എന്നൊക്കെ പറയത്തില്ലേ, അതിനെയൊക്കെയാണ് പരിക്കൻ ധാന്യങ്ങൾ എന്ന് പറയുന്നത്. അതും മഴ കുറവുള്ള പ്രദേശങ്ങളിൽ നമ്മളിവിടെ കൃഷി ചെയ്യുന്ന ഒരു സാധനമാണ് ബജ്ര, അങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങൾ നമ്മൾ കൃഷി ചെയ്യാറില്ലല്ലോ. മഴ കുറവുള്ള പ്രദേശങ്ങൾ കൃഷി ചെയ്യുന്ന അതിന് പരിക്കൻ ധാന്യങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി വിളകളും ജലത്തിന്റെ ആവശ്യകത ഞാൻ പറയുന്നുണ്ട്. നെല്ല് ധാരാളം ജലം ആവശ്യമുണ്ട്. നമ്മുടെ വയലുകൾ എന്ന് പറയുന്നത് എന്താണ്? ജലം ഒരുപാടുള്ള സ്ഥലമല്ലേ, അവിടെയല്ല നമ്മൾ നെല്ല് കൃഷി ചെയ്യുന്നത്. ഇനി വിത്ത് വിതയ്ക്കുന്ന മാസം ജൂൺ മാസത്തിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്കൂളൊക്കെ തുറക്കുന്ന സമയത്താണ് എപ്പോഴും വിത്ത് വിതയ്ക്കുന്നത്. അതിനുശേഷം സെപ്റ്റംബർ മാസത്തോടു കൂടിയാണ് വിളവെടുപ്പ് നടത്തുന്നത്. ഇനി അടുത്തത് ഗോതമ്പ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മിതമായ അളവിൽ വെള്ളം ലഭിച്ചാൽ മതി. ഈ പറയുന്ന ഒക്ടോബർ മാസത്തിലാണ് അത് കൃഷി ഇറക്കുന്നത്. അടുത്തത് മാർച്ച് മാസത്തിൽ അതിന്റെ കൃഷി വിളവെടുക്കുകയും ചെയ്യുന്നു. ഇനി തണ്ണിമത്തൻ എന്ന് പറയുന്ന ഒരു സംഭവം. വിരളമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യം ആവശ്യമാണ്. ജലസേചന സൗകര്യം ഉണ്ടായാൽ മതി. വിരളമായിട്ട് മഴ ലഭിക്കുന്ന പ്രദേശത്തിലാണ്. ഏപ്രിൽ മാസത്തിലാണ് അത് വരുന്നത്. ജൂൺ മാസത്തിൽ അതിന്റെ വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാർഷിക വിളകളുണ്ട്. അതായത് കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ 3 ടൈപ്പിലുള്ള കാർഷിക വിളകളാണ് ഉള്ളത്. ഖാരിഫ്, റാബി, അതുപോലെ തന്നെ സൈദ് വിളകളാണ് പറയുന്നത്. അത് ഈ കോളത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. നെല്ല് എന്ന് പറയുന്നത് ഒരു ഖാരിഫ് വിളയാണ്. അതേസമയം ഗോതമ്പ് എന്ന് പറയുന്നത് ഒരു റാബി വിളയാണ്. ഈ പറയുന്ന തണ്ണിമത്തൻ എന്ന് പറയുന്നത് ഒരു സൈദ് വിളയുമാണ്. അപ്പം നെല്ല് എന്ന് പറയുന്നത് ഒരു ഖാരിഫ് വിളയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം അത് ഏത് മാസത്തിലാണ് വിത്ത് ഇറക്കുന്നത്? വിത്ത് ജൂൺ മാസത്തിലാണ് ഇറക്കുന്നത്. അത് വിളവെടുക്കുന്നത് ഏത് മാസത്തിലാണ്? സെപ്റ്റംബർ മാസത്തിലാണ്. അതായത് ഈ പറയുന്ന ഖാരിഫ് വിളവ് ഇറക്കുന്നത് ജൂണിലും എടുക്കുന്നത് സെപ്റ്റംബറിലും. ഇനി നമ്മൾ റാബി എടുക്കുകയാണെങ്കിൽ വിളവ് ഇറക്കുന്നത് ഒക്ടോബറിലും മാർച്ചിലാണ് വിളവെടുക്കുന്നത്. ഇനി നമ്മുടെ തണ്ണിമത്തൻ എന്ന് പറയുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളെയുമാണ് നമ്മൾ പൊതുവെ സൈദ് വിളകൾ എന്ന് പറയുന്നത്. അത് ഏപ്രിൽ മാസത്തിൽ വിളവിറക്കുന്നു, വിളവ് എടുക്കുന്നത് ജൂൺ മാസത്തിലുമാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് ഉഷ്ണമാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തുവര എന്നിവ കൃഷി ചെയ്യുന്നു. അതായത് ഈ നൽകിയിരിക്കുന്ന നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തുവര എന്നിവയാണ് നമ്മൾ ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത്. ഒരുപാട് വട്ടം PSC ചോദിച്ച് മടുത്തിരിക്കുന്നതാണ്. താഴെ തന്നിരിക്കുന്നതിലെ ഖാരിഫ് വിളകൾ ഏതാ? താഴെ തന്നിരിക്കുന്നത് റാബി വിളകൾ ഏതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ മസ്റ്റ് ആയിട്ട് അതിന്റെ എക്സാമ്പിൾ ഓർത്തിരിക്കുക.
അതിനുള്ള എല്ലാവർക്കും കോഡുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും. നല്ല ചോളം കരിച്ച് തിന്നാൽ പനി പോകും എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ കോഡുകൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നല്ലതെന്ന് വെച്ചാൽ നെല്ല്, ചോളം, കരിച്ച്, കരിമ്പ്, കടുക് ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ തിനവിളകൾ കരിച്ച് തിന്നാൽ പനി പോകും, നിലക്കടല ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ എന്താണ് ഖാരിഫ് വിളകളായിട്ട് വരുന്നത്. സോറി, കടുക് എന്ന് പറയുന്നത് റാബി വിളയാണ് കേട്ടോ, അത് ഖാരിഫ് വിളയല്ല. പിന്നെയാണെങ്കിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലങ്ങളുടെ വരവോടെ ആരംഭിക്കുന്ന റാബി കാലം ഉഷ്ണമായും ജലവും മിതമായി ലഭിക്കുന്നു. ആവശ്യമായതാണ് ഗോതമ്പ്, പയറുവർഗം, കടുക്. ഞാൻ പറഞ്ഞല്ലോ കടുക് എന്ന് പറഞ്ഞ റാബിയാണ്, ഖാരിഫ് വിളയല്ല കേട്ടോ. കടുക് മുതലായവ കൃഷിക്കാലമാണ്. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. ഇതിനും എല്ലാവർക്കും അറിയാം പയർ, ഗോബായ്ക്ക എന്നൊക്കെ പറഞ്ഞ്, അതായത് പയറുവർഗ്ഗങ്ങൾ. ഗോബായ്ക്ക എന്ന് പറയുന്നതിനകത്ത് ഗോ എന്ന് പറയുന്നത് ഗോതമ്പ്, പിന്നെ ബാ എന്ന് പറഞ്ഞാൽ ബാർലി, കാ എന്ന് പറയുന്നത് കടുക്. ഇത്രയുമാണ് നമ്മുടെ റാബി വിള എന്ന് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഓർമ്മ ഓർത്തിരുന്നാൽ മതി, മറ്റേത് ഖാരിഫ് വിളയാണെന്ന് അറിയാം. പിന്നെ സൈദ് വിളകൾ എന്ന് പറയുന്നത് പഴവും പച്ചക്കറിയുമാണ് സൈദ് വിളകൾ എന്ന് പറയുന്നത്. പിന്നെ ഓർത്തിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, അങ്ങനെ ഒരുപാട് മുന്നേ ചോദിച്ചിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ് കാലിത്തീറ്റ എന്ന് പറയുന്നത് ഏത് വിളയിൽ ഉൾപ്പെടുന്നു എന്നുള്ളത്. അത് സൈദ് വിളയിൽ ഉൾപ്പെടുന്നതാണ്. പക്ഷെ എന്നാൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. കാലിത്തീറ്റ എന്ന് പറയുന്നത് ഏതിലാണ് ഉൾപ്പെടുന്നത്? അത് സൈദ് വിളയിലാണ്. നമ്മൾ സൈദ് വിള എപ്പോഴും പഴവും പച്ചക്കറി പഠിച്ചു വയ്ക്കും. കാലിത്തീറ്റയും ആ കൂടെ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക വിളയാണ് സൈദ് എന്ന് പറയുന്നത്. തണ്ണിമത്തൻ, വെള്ളിരി, പച്ചക്കറികൾ, കാലിത്തീറ്റ, ഞാൻ പറഞ്ഞില്ലേ കാലിത്തീറ്റ എന്ന് ഓർത്തിരിക്കണം. കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവ ഈ സമയത്ത് ജലസേചനം ലഭ്യമായ പ്രദേശങ്ങൾ കൃഷി ചെയ്യുന്നു. ഇന്ത്യയിൽ 3 കാർഷിക കാലങ്ങൾ ഉണ്ടെങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങൾ പ്രകടമാണ്. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ എങ്ങനെയെല്ലാം തരംതിരിക്കാം എന്ന് നോക്കാം. അതായത് ഇന്ത്യയിൽ പ്രധാനമായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന വിളകളെ നമുക്ക് ഫസ്റ്റ് ഭക്ഷ്യവിളകൾ എന്ന് പറയാൻ സാധിക്കുന്നു. അടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാണ്യവിളകൾ എന്ന് പറയുന്നു. പിന്നെ ആണെങ്കിൽ നാരുവിളകൾ എന്ന് പറയുന്നു. ഏറ്റവും അവസാനമായിട്ട് പറയുന്നതാണ് എണ്ണക്കുരുക്കൾ എന്ന് പറയുന്നത്. ഇതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കാം. ഭക്ഷ്യവിളകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള വിളകളെയാണ് നമ്മൾ ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത്. മൃദുവായ ധാന്യങ്ങളായ നെല്ല്, ഗോതമ്പ് എന്നിവയും പരുക്കൻ ധാന്യങ്ങളായ ബജ്ര, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു, പരുക്കൻ ധാന്യങ്ങൾ എന്നറിയപ്പെടുന്ന ബജ്ര, ചോളം, റാഗി തുടങ്ങിയവയും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നു. പയറ്, തുവര എന്നിവയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന പയറുവർഗ്ഗങ്ങൾ. ഇനി നാണ്യവിളകൾ, അതായത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവയാണ് നാണ്യവിളകൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്താണ് പൈസയ്ക്ക് വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്ന സാധനങ്ങൾ. കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ എന്നിവ ഉൾപ്പെടുന്നതാണ് നാണ്യവിളകൾ എന്ന് പറയുന്നത്. ഇനി നാരുവിളകളുണ്ട്. പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കാർഷികാധിഷ്ഠിത വ്യവസായം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? പരുത്തി കൃഷിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷികാധിഷ്ഠിത വ്യവസായം, ഓർത്തിരിക്കുക. പിന്നെയാണെങ്കിൽ നമ്മുടെ സുവർണ നാര് എന്നറിയപ്പെടുന്ന ഏതാണ്? സുവർണ നാര് എന്നറിയപ്പെടുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് തന്നെ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വട്ടം പഠിച്ചാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നത് എന്താണ്? പരുത്തിയാണ്. യൂണിഫോം പരുത്തി കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചാൽ മതി. നല്ല കോട്ടന്റെ യൂണിഫോമല്ലേ നമ്മൾ ഇടാറുള്ളത്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന പരുത്തിയും അതേപോലെ തന്നെ നമ്മുടെ ഗോൾഡൻ ചണത്തിനെയാണ് നമ്മൾ പറയുന്നത് സുവർണ നാര് എന്നറിയപ്പെടുന്നത്. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് സുവർണ നാര് എന്നറിയപ്പെടുന്ന ചണവുമാണ്. ഇത് രണ്ടുമാണ് ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ എന്ന് പറയുന്നത്. ഇനി എണ്ണക്കുരുക്കൾ, ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനായി എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത്. നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി എന്നിവ ഇതിൽപ്പെടുന്നു. ഇവയ്ക്ക് പുറമെ തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ മുതലായ മറ്റു വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇവയിൽ പലതും തോട്ടവിളകളായാണ് കൃഷി ചെയ്യാറുള്ളത്. അപ്പം ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. പക്ഷെ എന്നാലും ഇന്ത്യയുടെ കാർഷിക മേഖല എന്ന് പറയുന്നത് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പ്രാവശ്യവും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്രയുമായി ചാപ്റ്റർ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ അടുത്ത ഒരു SSCRT ചാപ്റ്ററുമായി വരുന്നത് വരെ ഓക്കെ, ബൈ, സീ യു അഗെയിൻ.